بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, ഓറുടെ മധുരസ്മരണ എന്ന ഈ സെഷനിൽ അർത്ഥഗർഭമായ ചിന്തനീയമായ നിരവധി ഓർമ്മകൾ നാം ആസ്വദിച്ച് കഴിഞ്ഞു. കൂടുതലായൊന്നും ഇനി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മുമ്പുള്ളവരൊക്കെ പറഞ്ഞതുപോലെ ഏതാണ്ടൊരു നൂറ്റാണ്ട് കാലം നിറഞ്ഞു നിന്നിരുന്ന ഇൽമിന്റെ നിറകുടമായിരുന്നു മഹാനർ. നിറകുടം തുളുമ്പുകയില്ല എന്ന അർത്ഥവാക്യം ബഹുമാനപ്പെട്ടവരുടെ ജീവിതം നേരിൽ കണ്ടവർക്കൊക്കെ അതറിയാം. വില്യാപ്പള്ളിയിലെ പ്രസംഗം നേരത്തെ ഹമീദ് മുസ്ലിയാർ ഇവിടെ ഉദ്ധരിച്ചതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നത് നാദാപുരത്തെ ഓറുടെ ഹയാത്ത് കാലത്താണ് വളരെ പ്രമാദമായ വലിയ വിവാദങ്ങൾക്കും കോളിളക്കങ്ങൾക്കും വഴിവെച്ച ഒരു ത്വലാഖ് വിവാദം കേരളക്കരയിലുടനീളം അതിൻ്റെ ഖണ്ഡന മണ്ഡനങ്ങളും ചർച്ചകളും നടന്നത്. എന്നെപ്പോലുള്ള മുത്തഅല്ലിമുകൾ രാത്രി സമയങ്ങളിൽ പോലും ആ കേസറ്റുകൾ കേൾക്കുന്ന, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടമായിരുന്നു. അന്ന് നാദാപുരത്ത് ഓറുടെ ദർസിൽ തുഹ്ഫയുടെ 8-ാം ജുസ് ത്വലാഖിന്റെ ഭാഗം ദർസ് നടക്കുന്ന സമയം കൂടിയായിരുന്നു. ഞാൻ ആ ഭാഗം ദീർഘിപ്പിച്ച് പറയുകയല്ല. അവിഷയമായി പലരും ഓറുടെ സമീപത്ത് വന്ന് സംസാരിച്ചത് എൻ്റെ അറിവിലുണ്ട്. ചെന്നവരും സംസാരിച്ചവരും തന്നെ നേരിൽ പറഞ്ഞ അനുഭവങ്ങളുമുണ്ട്. എൻ്റെ നാട്ടുകാരനായ ഒരു മുസ്ലിയാർ ഓറുടെ കണ്ണോളിക്കണ്ടിയിലെ വീട്ടിൽ ഇവിഷയമായി ഓറെന്താണ് പറയുന്നതെന്ന്, അങ്ങനെയാണല്ലോ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അന്നത്തെ വിവാദത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ബഹുമാന്യനായ MT അബ്ദുള്ള മുസ്ലിയാർ യാദർച്ഛികമായി ബസ് യാത്രയിൽ ഒത്തുകൂടിയപ്പം അദ്ദേഹവും എന്നോട് ചോദിച്ചത് നാദാപുരത്തെ ഓറെന്താ പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഓർ ഈ വിഷയത്തിൽ ഒന്നും പറയുന്നില്ല. കാരണം എൻ്റെ ബന്ധുവായ മുസ്ലിയാർ ചോദിച്ച മറുപടി തന്നെ ഓർ പറഞ്ഞത് അങ്ങേടിയോ ഉള്ള ആരോ കുറൈബാറത്തത് ആര്യോ തലാക്ക് ജല്ലീക്ക് പറയുന്നത്. ഓൻ എന്താ പറഞ്ഞത് എന്നോ എന്താ സംഭവമെന്നോ നമ്മളറിയില്ല. പിന്നെ വെറുതെ മാണ്ടാണ്ട് എന്തിനാ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നോറ് പറഞ്ഞാലും ആ വിഷയം അങ്ങനെ മണ്ണിട്ടതിന് ശേഷം ത്വലാഖിന്റെ സ്വരീഹായ പ്രയോഗവും കിനായത്തിന്റെ വ്യംഗ്യമായ പ്രയോഗവും അതിനപ്പുറം ഉലമായ തുഹ്ഫയിലൊക്കെ ഉദ്ധരിച്ച ബിഖിലാഫി തുല്ലിക സൗജത്തി എന്ന ഭാഗവുമൊക്കെ വളരെ കൃത്യമായി ദർസിൽ ഓറ് പരാമർശിക്കുകയും ചെയ്യും. അപ്പൊ ഏതായിരുന്നാലും ആ ഭാഗങ്ങളൊക്കെ മുത്തഅല്ലിമുകളെ പഠിപ്പിക്കുന്നതിനിടയിലും ബഹുമാന്യനായ MT തന്നെ, ഞാൻ MTയോട് പറഞ്ഞ മറുപടിയും അങ്ങനെ തന്നെയായിരുന്നു.
ഓർ ഇങ്ങനെയാ പറയുന്നത്, ആരോ തലാക്കിയില്ലേക്ക് എന്താണെന്നും നമ്മളറിയല, പിന്നെ വെറുതെ എന്തിനാ നമ്മളതിൽ കക്ഷി ചേരുന്നതെന്ന്. ഏറ്റവും വലിയ ഒരു മാതൃകായോഗ്യമായ ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പരമാവധി വിഷയങ്ങളെ യുക്തിപൂർവം കാണുക എന്ന ഒരു വലിയ ഒരു പോയിന്റ് യഥാർത്ഥത്തിൽ ഓരുടെ ആ വാക്കിലടങ്ങിയിട്ടുണ്ട്. എന്താണ് വിഷയമെന്നോ എന്താണ് കാര്യമെന്നോ എന്താണ് നിജസ്ഥിതി എന്നോ അറിയാതെ കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന സ്വഭാവം ഉണ്ടാകരുതെന്നും വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കണമെന്നുമുള്ള ഒരു അവബോധം മനസ്സിലേക്ക് പകർന്നു നൽകുന്ന ഒരു മറുപടിയാണത്. അവരുടെ ഹിക്മത്തിന്റെ ഒരു വലിയ ഭാഗവുമാണ്. എത്ര ഞാനിപ്പറഞ്ഞ എൻ്റെ അയൽവാസിയായ മൗലിയാർ പോയി ചോദിച്ചിട്ടു ഓർ പറഞ്ഞ് നമ്മളറിയാലെന്ന് പറഞ്ഞു ഓർന്ന് ഒരു പിടുത്തു എനിക്ക് കിട്ടിയില്ല എന്നാ ചോദിച്ച മൗലിയാർ പറഞ്ഞു. പക്ഷെ ദർസിലോർ ധാരാളം ഭാഗങ്ങൾ പറയും വിഷയമല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ടത്. അത് കൂട്ടത്തിൽ MT-യുമായി പരിചയപ്പെട്ട യാത്രയിൽ ഏതാണ്ട് നന്ദി മുതൽ കോഴിക്കോട് വരെയും അത് കഴിഞ്ഞ് മാവൂർ റോഡിൽ ഇറങ്ങി നിന്നിട്ടും MT-യുമായി സുന്ദരമായി സംസാരിക്കാനും അതിനെക്കുറിച്ച് ഇപ്പം അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, ഇനി കോളേജിൽ വാ എന്നിട്ട് പറയാമെന്ന് പറയാനും സംസാരിക്കാൻ എനിക്കുണ്ടായ അനുഭവം എപ്പോഴെങ്കിലും ആ ദർസിൽ പോയി ഇരിക്കുന്നതിൽ നിന്ന് ഓറു പറഞ്ഞതിൽ നിന്ന് മനസ്സിലായവയായിരുന്നു. ആ ഭാഗത്തേക്കല്ല ഞാൻ പറയുന്നത്. അപ്പൊ കൃത്യമായി എന്താണെന്ന് വിഷയത്തെക്കുറിച്ച് പഠിക്കണമെന്ന് പരമാവധി വിവാദങ്ങളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യണമെന്നും ബഹുമാനപ്പെട്ട ഓർ വളരെ കൃത്യമായി അവിടുത്തെ ശിഷ്യന്മാരെ ധരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാവാം ഓരുടെ ശിഷ്യന്മാർ ജോലി ചെയ്യുന്ന മേഖലകളിലൊക്കെ ഇപ്പം ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഒരു പ്രയാസവുമില്ലാതെ ഓറ അംഗീകരിക്കുന്നവരും ഓരുടെ ശിഷ്യന്മാരും എന്ന നിലയിൽ അത്തരം മഹല്ലുകൾ വളരെ സമാധാനപരമായി നീങ്ങുന്ന ഒരു ചുറ്റുപാടും സന്തോഷകരമായ അവസ്ഥയും നമ്മുടെ നാദാപുരത്ത് തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം. നാദാപുരത്തെ സംബന്ധിച്ചിടത്തോളം തെക്ക് ഭാഗങ്ങളിലും വടക്ക് ഭാഗങ്ങളിലും നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് പള്ളികൾ പൂട്ടിക്കിടക്കുകയും ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയും ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടും ഇക്കാലം വരെയും യഥാർത്ഥത്തിൽ ഓരുടെ മണ്ണെന്ന് പറയാവുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ അത്തരത്തിലുള്ള ഒരു അനൈക്യവും ഉണ്ടായിരുന്നില്ല എന്നത് ഓരുടെ നേതൃത്വത്തിന്റെ ഒരു വലിയ ഗുണമാണെന്ന് എല്ലാ വിഭാഗം ആളുകളും സമ്മതിക്കും. വലിയ വലിയ ആളുകൾ വരെ അവിടുത്തെ അഭിപ്രായങ്ങളെ മാനിച്ചിരുന്നുവെന്നാണ് എൻ്റെ കേട്ടറിവ്. ഓരുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു വ്യക്തി ഒരവസരത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പ്രത്യേക സ്ഥാപനങ്ങളെയോ മറ്റോ പേരെടുത്ത് പറയുകയല്ല, കടമേരി കോളേജിന്റെ കുറ്റിയടിക്കൽ കർമ്മം നടക്കുമ്പോൾ ഈ യന്ത്രത്തിലൂടെ മൈക്കിലൂടെ ബാങ്ക് കൊടുത്തു അന്ന് കൊടുത്ത മുഅദ്ദിനെന്ന്. അപ്പോൾ ഇന്ന് കടമേരിയിലെ കാദിയാകുന്ന ബഹുമാന്യനായ അമീദ് മുസ്ലിയാരുടെയൊക്കെ പിതാവ് ചെറക്കല ഓറെന്ന് പറയുന്ന ഓറ് പറഞ്ഞ പോലെ മുക്രിനോട് വീണ്ടും ബാങ്ക് കൊടുക്കാൻ. ഇത് ഓറുടെ കുടുംബത്തിൽപ്പെട്ട ആ ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞ ഒരു അനുഭവമാണ്. അപ്പം ബാങ്ക് കൊടുത്തേക്ക് എന്ന് മുക്കരി പറയുമ്പോൾ പറഞ്ഞു, ഇന്നോട് ഞാൻ ബാങ്ക് കൊടുക്കുവാനാ പറഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാമത് വീണ്ടും ബാങ്ക് കൊടുത്തു എന്നാ. അത് ഓറുടെ ഒരു അംഗീകാരവും ഒരു അനുഭവവുമാണ്. ആ നിലയിൽ ഓറെ സംബന്ധിച്ചറിയാവുന്നവരൊക്കെയും ഓറെ അംഗീകരിക്കുകയും ഓരെന്ത് പറയുന്നുവെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ നാടുകളിലുള്ളത് കൊണ്ട് തന്നെ വളരെ സമാധാനപരമായ കുഴപ്പങ്ങളില്ലാതെ അടിപിടികളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ പരിസര പ്രദേശങ്ങൾ പള്ളികൾ പൂട്ടാതെ പരസ്പരം അടിയും കലഹവും നടക്കാതെ ഇന്നും നിലനിൽക്കുന്നത് ഓറ കാണിച്ച പക്വതയുടെയും ഓറ് പഠിപ്പിച്ച വിനയത്തിന്റെയും ഓറ് പകർന്നു നൽകിയ പക്വതയുടെയും ഒക്കെ വലിയ ഉദാഹരണങ്ങളും അതിന്റെ ഫലങ്ങളുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട ഓറുടെ 4ഓ 5ഓ ആണ്ടനുസ്മരണം എന്ന് ഓർമ്മയില്ല, 4ാമതോ 5ാമതോ ആണ്ടനുസ്മരണം നടക്കുന്ന സമയത്ത് നേരത്തെ ഇവിടെ അമീദ് മുസ്ലിയാർ സൂചിപ്പിച്ച നമ്മുടെ സമീപ പ്രദേശത്തെ ഒരു വലിയ പ്രഗത്ഭനും ധനാഢ്യനും വലിയ പൗരപ്രധാനിയും ഒരു കൊള്ളാവുന്ന വ്യക്തിത്വവുമായിരുന്നു കാര്യാട്ടെ കുഞ്ഞമ്മദ് ഹാജി. ബഹുമാനപ്പെട്ട ഓറ് തന്നെ അത് പറയാറുണ്ട്. ഓറ് പറയുന്നതിന് പിന്നിൽ
ഒരവസരത്തിൽ ഒരു വലിയ സംഭവവും ഉദ്ധരിച്ചത് ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ പരിസര ഭാഗത്ത് കുറച്ചങ്ങോട്ട് കക്കട്ടു ഭാഗത്ത് ഇതിന് അടുത്തുള്ള കുറച്ച് ഉൾപ്രദേശത്ത് കാങ്ങാട്ട ഓറും കീയന ഓറും കൂടി സമ്മേളിച്ച ഒരു നിക്കാഹിന്റെ സദസ്സ്. ആ നിക്കാഹിന്റെ സദസ്സിൽ നേരത്തെ അമീദ് മുസ്ലിയാർ തന്നെയാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏറാമലക്കാതിയാറ ജോറുള്ള എന്ന് പറഞ്ഞ കഥ പറഞ്ഞല്ലോ, 2 പവനും കൊണ്ട് ഗാനത്തിന് വന്നെന്ന് പറഞ്ഞ്. അപ്പൊ ഒരു പുതിയാപ്പിള പറഞ്ഞു, ഞാൻ കൊടുക്കുന്നതേ പറയൂ മഹർ. ഇപ്പം കേട്ടത് വിഷയങ്ങൾ പറയാൻ പറ്റിയൊരു സമയമല്ലാത്തത് കൊണ്ട് വിഷയങ്ങൾ അല്പമായി പറഞ്ഞതെങ്കിലും ഭംഗം വന്നു പോകുമോ എന്ന് കരുതി ഞാൻ വിഷയം പറയാതിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത് കേട്ടത് മുജിബിറായ വലി, അതായത് ബാപ്പയോ ബാപ്പാന്റെ ബാപ്പയോ ആണ് മോളെ വായിക്കുന്നതെങ്കിൽ സമ്മതം ഒന്നും എടുക്കാണ്ട് സാധാരണ നിക്കാഹ് ചെയ്യുന്നത്. ഇപ്പൊ മുജിബിറായ വലിയൊന്നും ആണെന്നില്ല, ആരായാലും ഇല്ല. നിക്കാഹിന്റെ സമ്മതം തന്നെ, മഹറിന്റെ സമ്മതമല്ല, നിക്കാഹിന്റെ സമ്മതം തന്നെ. മാണ്ട നിങ്ങൾ പോരിന്ന് വലിയൊരു മൊയ്ലിയാർ പറഞ്ഞ് കാനോത്തിന് കൂട്ടിപ്പോയി എന്നാ കേട്ട്, എന്തോ അല്ലാഹുവിലും. അപ്പൊ ഏതായിരുന്നാലും കാങ്ങാട്ടോറും കീഴനോറും ഒക്കെ ഉള്ള ഒരു സദസ്സിൽ ഞാൻ കൊടുക്കുന്നതേ പറയൂ മഹർ എന്ന് പുതിയാപ്പിള ശാഠ്യം പിടിക്കുകയും അങ്ങനെ കുഞ്ഞമ്മദാജിയുമുള്ള സദസ്സാണ്. കാരണവന്മാരും മറ്റുമൊക്കെ ഇടപെട്ട് മയപ്പെടുത്തുവാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ ബാല്യക്കാർക്ക് തോന്നുന്ന ഒരു മർക്കിട മുഷ്ടി ഉണ്ടാവുമല്ലോ. ഓൻ പറഞ്ഞ് ഞാൻ കൊടുക്കുന്നതേ പറയൂ. അതായത് നമ്മുടെ ഓറമാറെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് അന്യമായി പോവുകയാണ്. 11 മിസ്കാല് തന്നെ പറയണം. സാധാരണഗതിയിൽ എല്ലാത്തിൻ്റെയും മാർക്കറ്റ് ഉയർന്നെങ്കിലും പണ്ടേയുള്ള 11 മിസ്കാലിനേക്കാളും കുറച്ചു പറയാൻ പാടില്ലെന്നും മേനക്കോത്തുകാരെ പോലുള്ള ഫാമിലിക്കാർക്ക് 11 മിസ്കാലിനേക്കാൾ കൂടുതലാണെന്നും എനിക്കെതിരെ 19 മിസ്കാല 19 മിസ്കാൽ അങ്ങനെ എങ്ങനെയാണ് മേനക്കോത്തുകാർ. അപ്പൊ അങ്ങനെയാണ് മഹറിന്റെ ഈ പ്രദേശത്തെ നിലയെന്നും അതുകൊണ്ട് കുറച്ചു പറയുകയില്ലെന്നുമുള്ള പഴയ നിലപാടായിരുന്നു നമ്മുടെ പഴയകാല കാലിമാർ, പണ്ഡിതന്മാരായ ഇൽമിൽ ആയമുള്ള ഉലമാക്കളായ കാലിമാർ, അവരുടെ കീഴ്വഴക്കം അതായിരുന്നു. ഇപ്പൊ 2 ഓറുമാറുള്ള സദസ്സിൽ വെച്ച് ഈ പുതിയാപ്പിള എല്ലാ വഴക്കവും പറഞ്ഞിട്ടും വാശി പിടിച്ചിട്ട് ഞാൻ കൊടുക്കുന്നതേ പറയൂ. അവസാനം കാരണവന്മാരെല്ലാം സമ്മതിച്ചു. ഓരോട് ചോദിക്കും, ഈ പറഞ്ഞ പോലെ ഒരു ഹിക്മത്ത്, വല്ലാത്ത ഹിക്മത്തോറ് ചെലവാക്കും. ഓർ കാങ്ങാട്ടോറാ ഇത് പറയുന്നത്, മിസ്കാല് പറയണമെന്നുള്ളത് പറയുന്നത് കാങ്ങാട്ടോറ. ഓർ അനങ്ങുന്നില്ല, വല്ലാത്ത അമർച്ചക്കാരനാണെന്ന് അവരെ കൊണ്ട് പറയും. അപ്പൊ ആരോ ഓറോട് ചോദിച്ചോലെ എന്താ ഒളിന്ന്, ഓറ് പറയുന്നത് ഓറ് പറയും പോലെ, അതായത് ഓറൊന്നും പറയാണ്ട് ഓറ് പറയും പോലെ, കാങ്ങാട്ടോറ് പറയും പോലെ എന്ന് പറഞ്ഞാൽ ഓറ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്ഥിതിയിൽ 2 ഓറുമാർ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലെന്ന് വന്നിട്ട് പിയ്യാപ്പിളിന്റെ ഭാഗത്തുനിന്ന് അനക്കയില്ല എന്ന് വന്നപ്പം കുഞ്ഞമ്മദാജി പറഞ്ഞോലോ, എന്നാ ഇണീച്ചടോ. പിയ്യാപ്പിളിനോട് പറഞ്ഞോ, നിക്കാഹിന്റെ സദസ്സിൽ എഴുന്നേരുന്ന ഇണീച്ചടോ എന്ന് പറഞ്ഞപ്പം പിയ്യാപ്പിള ഒന്ന് പതുങ്ങി ചെറുതാത്തി. തൽക്കാലം ഓര് പറഞ്ഞതുപോലെ 11 മിസ്കാല് പറഞ്ഞ് ശറയിന്റെ ശരിയായ വശത്തോടുകൂടെ നിക്കാഹ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുള്ള ഗുണമുള്ള ഒരു നേതൃഗുണമുള്ള ഒരു വലിയ ഒരു നല്ല മനുഷ്യനായിരുന്നു കുഞ്ഞമ്മദ് ഹാജി. ആ കുഞ്ഞമ്മദ് ഹാജി നമ്മുടെ പൂച്ചാക്കൂരിലെ ഇന്ന് കോംപ്ലക്സ് നിലകൊള്ളുന്ന അവിടെ വെച്ച് നടന്ന യോഗത്തിൽ കുഞ്ഞമ്മദ് ഹാജി പറഞ്ഞ ചില വാക്കുകൾ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. കുഞ്ഞമ്മദ് ഹാജി പറഞ്ഞു, കേരളത്തിൽ നിരവധി ആലിമുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, നിരവധി കോളേജുകളിൽ ഞാൻ അംഗമായിട്ടുണ്ട്. ചില കോളേജിന്റെ പേരുകളൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഞാനതൊന്നും എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തിത്വം അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഞാൻ കണ്ടിട്ടില്ലെന്ന്, അത്ഭുതമെന്ന് അദ്ദേഹം തന്റെ പ്രായാധിക്യങ്ങളെ മറന്ന് വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹം വാക്കുകൾ പൂർത്തീകരിച്ചത് ഞാൻ ഓർക്കുകയാണ്. എന്താ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വണ്ടി നിറയെ, ജീപ്പ് നിറയെ സാധനവുമായി കണ്ണോളിക്കണ്ടിയിലെ വസതിയിൽ ചെല്ലുന്ന കുഞ്ഞമ്മദ് ഹാജിയും, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കയ്യും തണ്ടനുമായി ചെല്ലുന്ന യാതൊരു ഗതിയുമില്ലാത്ത സമുദായത്തിലെ ഏറ്റവും താഴേക്കടയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പരമസാധുവും ഓരുടെ അരികിൽ 2 ആളും ഒരുപോലെയാണെന്നാണ് കുഞ്ഞമ്മദ് ഹാജി പറഞ്ഞത്. ഇതായിരുന്നു ഓരുടെ വ്യത്യാസം. എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങോട്ടും അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഋജുവായ ആ ഒരു പാതയിൽ നിന്ന്, താൻ മനസ്സിലാക്കിയ മഹാനർ മനസ്സിലാക്കിയ ദീനിന്റെ വഴിയിൽ നിന്ന് ലവലേശം തെറ്റാതെ വളരെ കൃത്യമായി ആരോടും ഒരു വിധേയത്വമില്ലാതെ ദീനിന്റെ വിഷയങ്ങൾ പറയുക എന്ന ഏറ്റവും സുന്ദരമായ ഒരു ഉലമായിന്റെ ധർമ്മം ഒരു നൂറ്റാണ്ടുകാലം മഹാനവറുകളുടെ ജീവിതത്തിലൂടെ മഹാൻ നമുക്ക് മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കുകയായിരുന്നു. അവിടുത്തെ വഫാത്തിന് ശേഷം എന്തൊക്കെയാണ് ഇന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർക്കെതിരെ പോലും സംസാരിക്കാൻ ഇന്ന് ആളുകളുടെ നാക്കുകൾ ഉയരുകയാണ്.
ബഹുമാനപ്പെട്ട കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘം എന്ന നിലയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ലോകമറിയപ്പെട്ടിരുന്ന വലിയ പണ്ഡിതവര്യനായിരുന്ന ബഹുമാന്യരായ ഇ.കെ. അവറുകളെ പോലുള്ള ആളുകൾ പോലും വെള്ളിമാട് കുന്നിലെ ഓരുടെ വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങൾ നാദാപുരത്തുകാർ ഓറ അംഗീകരിച്ചാൽ മതി, മൂപ്പരെ ഞങ്ങൾ സ്നേഹിക്കുന്നു, മൂപ്പരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, മൂപ്പർ അതിനുള്ള ആളാൻ എന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചിരുന്ന ബഹുമാന്യരായിരിക്കുന്ന ഇ.കെ. അവറുകൾ പോലും എന്റെ അഭിവന്യ ഗുരുവര്യരായ ബഹുമാനപ്പെട്ട ചേരാപുരത്തെ ഓദിയോത്തബ്രഹിമ മുസ്ലിയാർ അവറുകൾ അല്ലാഹു അവരെയും നമ്മയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വെള്ളിമാട് കുന്നിലെ ഇ.കെയുടെ വീട്ടിൽ വെച്ച് പറഞ്ഞത് മാത്രമല്ല, നാദാപുരത്തിന്റെ പരിസരങ്ങളിലും വന്നപ്പോഴും ഇവിടെ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഓറ അംഗീകരിച്ചാൽ മതി എന്നായിരുന്നു അവരൊക്കെ പറഞ്ഞത്. കാലങ്ങൾ നീങ്ങിയപ്പോ ഇന്ന് എന്താണ് കേൾക്കുന്നത്? നാദാപുരക്കാർക്കിടയിൽ പോലും ഓറുടെ വില ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതേതെങ്കിലും ഭാഗത്തേക്കോ ആരെങ്കിലും ആക്ഷേപിക്കാനോ പറയുകയല്ല. ഭക്ഷണം കഴിക്കുന്ന എനക്കൂല്ലേ, കാമണിക്കൂറുകൊണ്ട് മതിയാക്കുകയും ചെയ്യല. ഭക്ഷണം കഴിക്കാൻ ബാക്കിയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കാൻ അവിടെ സൗകര്യമുണ്ട്, എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഓരെ സംബന്ധിച്ചിടത്തോളം നാദാപുരത്തിന്റെ പരിസര പ്രദേശവും പൂർണ്ണമായും ഓരെ അംഗീകരിച്ചു പോന്നു എന്നതാണ് ചരിത്രം. ആ ചരിത്രത്തിൽ പോലും വെള്ളം കലർത്തുന്ന രീതിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, വേദനയോടുകൂടെ ഞാനൊരു സംഭവം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഓറുടെ വഫാത്തിന്റെ മുമ്പ് തന്നെ ഏതാണ്ട് 94 കാലയളവിൽ ഓറുടെ പരിപൂർണമായ അനുവാദത്തോടും അംഗീകാരത്തോടും കൂടെ എന്റെ പ്രദേശത്ത് സുന്നി യുവജന ഫെഡറേഷന്റെ യോഗം സംഘടിപ്പിക്കാൻ അവിടുത്തെ ജുമുഅത്ത് പള്ളിയുടെ 2ാം തട്ടിൽ പോയി ഓറുടെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട്, അഥവാ ഒരു യോഗം ഇങ്ങനെ സംഘടിപ്പിക്കണമെന്ന് വിഷയം പറഞ്ഞുകൊണ്ട് ഓറുടെ അംഗീകാരത്തോടുകൂടെ യോഗം സംഘടിപ്പിക്കാനും സംഘടിപ്പിച്ചു നോക്കൂ എന്ന് ആശീർവദിക്കുകയും വിവിധ തരത്തിൽ അതിന്റെ ഗുണദോഷങ്ങളെപ്പറ്റി മഹാനവറുകൾ എന്നോട് സംസാരിക്കുകയും എന്നെ ഉപദേശിക്കുകയും ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. ആ നിലയിൽ വലിയ കരുത്തുറ്റ ഒരു സംഘടനാ രംഗത്ത് മഹാനവറുകൾ വളരെ ചെറിയവർക്ക് പോലും, വളരെ ചെറിയ വിദ്യാർത്ഥികൾക്ക് പോലും ഓരുടെ ഉപദേശം അർത്ഥവത്തായ രീതിയിൽ ഒരു യോഗം, ഒരു ചെറിയ ശാഖാതലത്തിൽ സംഘടിപ്പിക്കുന്ന യോഗത്തെക്കുറിച്ച് പോലും നിർദ്ദേശം നൽകുകയും അംഗീകാരം നൽകുകയും ആശീർവദിക്കുകയും പ്രേരണ നൽകുകയും ചെയ്ത അനുഭവം എന്റെ ജീവിതത്തിൽ 994 കാലയളവുകളിലുണ്ട്. ആ മഹാനവറുകൾ ഓറുടെ വഫാത്തിന്റെ തന്നെ തൊട്ടടുത്ത കാലത്ത് ഞാൻ എന്തെങ്കിലും വിവാദങ്ങൾ സംസാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നരുത്. കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്റെ ഉള്ളിലുള്ള ഓറിൽ നിന്ന് മനസ്സിലായ നേരിൽ ഓറെന്നോട് പറഞ്ഞ കാര്യം എന്ന നിലയിൽ ഒന്ന് സംവദിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ്. കുറ്റിയാടിയിൽ വെച്ച് നടന്ന ഏതെങ്കിലും മുഅല്ലിമുകൾ ആ യോഗത്തിൽ സംബന്ധിച്ചിട്ടുണ്ടാകും. കുറ്റിയാടിയിൽ വെച്ച് നടന്ന സദറുമാരുടെ ഒരു യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉത്തരവാദപ്പെട്ട ഒരു വലിയ മഹാൻ, അള്ളാഹു അവർക്കും നമുക്കും പുറത്തു തരുമാറാവട്ടെ, ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, ആ മഹാനുഭാവൻ പറയുകയാണ്, ഒരു കൂട്ടരുണ്ട് ഓലിക്കേ ഫിഖ് തിരിഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നും, ഓല് പറയുന്നത് ഫിഖാവൂ എന്ന് തോന്നും. യഥാർത്ഥത്തിൽ അങ്ങനെയില്ല. നാദാപുരത്ത് കീയന പറഞ്ഞു മുദാക്കര ജുമ ഇടുവാൻ പാടില്ല. ഞാൻ അവിടെ പോയി ജുമ ഇട്ടുകൊടുത്തു, ഇന്ന് വരെ എന്നോടൊരാളും ചോദിച്ചിട്ടില്ല എന്നാണ് ആ സംസാരത്തിന്റെ ഉള്ളടക്കം. ഞാൻ മഹാനരെ കുറ്റപ്പെടുത്തുകയല്ല, പ്രത്യേകിച്ച് മഹാനൊരു സയ്യിദാണ്. അള്ളാഹു അവരെയും നമ്മയും പാപം പുറത്ത് ദീർഘായുസും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാലും വിഷയം പറയണമല്ലോ. ഓറ് പാടില്ല ഒരു ജുമ എന്ന് പറയുകയും നാദാപുരക്കാർ എന്നിട്ട് ഓറ മറികടന്ന് ആരെയോ കൊണ്ടുവന്ന് ജുമ ഇടുകയും ചെയ്തു എന്നല്ലേ കുറ്റിയാടിയിൽ വെച്ച് ഈ സംസാരിച്ചതിന്റെ ഉള്ളടക്കം. ഞാൻ വളരെ കൃത്യമായി ഓർക്കട്ടെ, കുന്നുമ്മൽ പ്രദേശത്ത് പാറപ്പോയിൽ അഷ്റഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, ആ സഹോദരന്റെ വീട്ടിൽ കൂടൽ അസർ നിസ്കാരം കഴിഞ്ഞ് ഓറുടെ ഒരു അകന്ന ബന്ധുവും സ്നേഹബന്ധവുമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ചാലപ്പുറത്തുള്ള ഒരു കാരണവർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, കേളോത്തെ മമ്മൂക്ക ഓരോട് പറഞ്ഞതനുസരിച്ച്
തുണ്ടിയിൽ ഹമീദ് എന്ന് പറയുന്ന ഒരു ഹമീദിന്റെ വീട്ടിൽ കൂടി ഓർ കയറി. ആ വീട്ടിൽ കയറിയതിനു ശേഷം അവിടുന്ന് ഓർ തിരിച്ചു പോരുന്ന വണ്ടിയിൽ ഓറെ കൊണ്ടാക്കാൻ കൂടെ പോരുന്നത് ഞാനാണ്. ആ പോരുന്നതിനിടയിൽ ഏതാണ്ട് ഓരുടെ വീടിലെത്തുന്നതിന് മുമ്പ് ഒരു 3-4 കിലോമീറ്ററുകൾക്കപ്പുറം അഥവാ സഞ്ചാരം തുടങ്ങിയതിന് കുറച്ചു കഴിഞ്ഞപ്പം തന്നെ ഓർ പറഞ്ഞു, മുദാക്കറ ജുമ ഇടുന്നുണ്ട്, ഓർ എന്നെ ക്ഷണിക്കുകയും വന്നു. കൂട്ടത്തിൽ ആരുടെയൊക്കെ പേരൊക്കെ ഓർ പറഞ്ഞിട്ടുണ്ട്, പ്രഗത്ഭന്മാർ. അതൊന്നും വേണ്ടതുപോലെ എനിക്ക് ഓർമ്മയില്ല. കാരണം എന്നോട് എന്തിനാ പഠിച്ചോനെ പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഞാനോനോട് ജുമ ഇട്ടോളൂ എന്ന് പറഞ്ഞേക്ക്. ഓർ പറഞ്ഞ ഇബാറത്താണിത്. ഞാൻ വരൂല, ഞാനോനോട് ജുമ ഇട്ടോളൂ എന്ന് പറഞ്ഞേക്ക്. ഞാൻ അതിന് വരൂല. കാരണം എന്താണെന്ന് ചോദിക്കുകയും മാത്രം ഞാൻ വളരാത്തത് കൊണ്ടും ധൈര്യം ഇല്ലാത്തതുകൊണ്ടും എന്താ ഓളി ഓർ പോവാന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതിന്റെ ശേഷം മറ്റു വിഷയങ്ങൾ ഓർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഓർ പറഞ്ഞ വളരെ കൃത്യമായ പോയിന്റാണ്, ഞാൻ വരൂല, ഓരോട് ജുമ ഇട്ടോളൂ, ഞാൻ നിങ്ങൾക്ക് പറ്റിയോലെ വിളിച്ചിട്ട് നിങ്ങൾ ജുമ ഇട്ടോളൂ എന്ന് ഞാൻ ഓരോട് പറഞ്ഞേക്ക്. കൂട്ടത്തിൽ വന്ന ആളുകൾ ഇന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നുവെന്ന്. ഇപ്പൊ സത്യത്തിൽ ആ നിലയിൽ ഞാനിപ്പോ ഇവിടെ കളത്തിലെ മൊയ്തുവാജി ഇരുന്നപ്പോൾ ഞാൻ മൊയ്തുവാജിയോട് ചോദിച്ചു, ആ മഹലിന്റെ അധികാരിയാണ് അദ്ദേഹം, ഇങ്ങനെ തന്നെയല്ലേ സംഭവം എന്ന്. മൊയ്തുവാജി പറഞ്ഞു, തന്നെ അങ്ങനെ തന്നെയാണ്. ഓരോട് ചോദിച്ചിട്ട് ഞാൻ വരൂല, അത് നിങ്ങൾ ഇട്ടോളി എന്നാണ് ഓർ പറഞ്ഞത്. ഓർ പരിപൂർണ്ണ സമ്മതമായിരുന്നുവെന്ന്. ഇത്തരത്തിലുള്ള ഒരു നഗ്നമായ സത്യത്തിനെതിരെ ഓർ അവിടെ ജുമ ഇടരുതെന്ന് പറഞ്ഞുവെന്നും അത് മറികടന്നുകൊണ്ട് ഞാൻ ഇട്ടിരിക്കുന്നുവെന്നും ഇതുവരെ എന്നോട് ആരും ചോദിച്ചിട്ടില്ലെന്നും പരസ്യമായി ഇതുപോലെ പ്രസംഗിക്കുക എന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പ്രയാസമുള്ള ഒരു കാര്യമല്ലേ? ആയതുകൊണ്ട് ഞാൻ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. നാദാപുരം പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഓർ പറഞ്ഞതിനപ്പുറം ഓരുടെ ഹയാത്ത് കാലത്തും ഓർ സ്നേഹിക്കുന്നവർ ഓരുടെ മരണശേഷവും ഇന്നുവരെ ഒരക്ഷരം കാമ എന്ന് മറികടന്നിട്ടില്ലെന്ന് മാത്രമല്ല, എന്തൊക്കെ പുതുക്കങ്ങളും എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളും എന്തൊക്കെ ഭൗതികതകളും എന്തൊക്കെ വലിയ വലിയ സാഹചര്യങ്ങളും ഇവിടെ ഉടലെടുത്തിട്ടും ഓരുടെ ഒരു മഹിതമായ പാരമ്പര്യവും ഓരുടെ ഒരു പൊരുത്തവും ഈ പ്രദേശത്തുകാർ കാത്തു സൂക്ഷിക്കുന്നുവെന്നത് ഈ നാദാപുരത്തിന്റെ നാടിപടി പറയുന്ന എല്ലാവർക്കും അറിയാം. മറ്റൊന്നും ഭയന്നിട്ടല്ല, മറ്റൊന്നിന്റെയും പേരിലല്ല. ഓരോടുള്ള ഒരു ബന്ധം, ഓറത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിഷയമായിരുന്നാൽ ഓർ പറഞ്ഞോ തീർന്നു. എല്ലാ വിഷയങ്ങൾക്കും ഓടിയെത്തിയിരുന്നത് ഇന്നും ഇന്നലെയുമല്ല, ഓരുടെ ആരോഗ്യ കാലഘട്ടത്തിൽ പോലും ഓരുടെ സമീപത്തായിരുന്നുവെന്ന് നേരത്തെ ഇവിടെ സംസാരിച്ചു പോയ പോക്കർ മുൻഷി, നമ്മുടെ പോക്കർ മുസ്ലിയാർ, കുന്നത്ത് പോക്കർ മുസ്ലിയാർ, അവരുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ നിരവധി നാദാപുരത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഓർ പോയതിനു ശേഷം അത് പറയുന്നത് ഭംഗിയല്ലല്ലോ എന്ന് മനസ്സിലാക്കി ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നാദാപുരം പുളിക്കൂലിൽ ഒരു വയല് നടക്കുകയും വയലിനിടയിൽ ബഹുമാനപ്പെട്ട MP കുഞ്ഞാലി മുസ്ലിയാറുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും വയൽ അലങ്കോലപ്പെടുകയും നാദാപുരത്തെ മുത്തഅല്ലിമുകളെ കൊണ്ട് വലിയ ശല്യമാണ്, അവരെ കൊണ്ട് വയലൂർദിയും നടക്കുകയില്ല എന്ന രീതിയിൽ നാദാപുരത്തെ ദർസിനെ ആക്ഷേപിക്കുകയും ഈ രീതിയിൽ പ്രസംഗം നടന്നതിന് ശേഷം വയൽ അലങ്കോലപ്പെട്ട് വയൽ തുടരാൻ പ്രയാസപ്പെടുകയും ചെയ്ത സമയത്ത് നമ്മുടെ പ്രദേശത്തുകാരായ ആളുകൾ രാത്രി സമയത്ത് പാതിരാ സമയത്ത് ഓരുടെ വീട്ടിലേക്കായിരുന്നു പോയത്. പോയ കൂട്ടത്തിൽ ഇവിടെ നിന്ന് സംസാരിച്ചു പോയ പോക്കർ മുസ്ലിയാരും ഉണ്ടായിരുന്നു. ആ പോക്കർ മുസ്ലിയാരും ഒരു നിവേദക സംഘം ഓരുടെ വീട്ടിൽ ചെന്ന് എന്താണ് ഈ പാതിര സമയത്തെന്ന് ചോദിക്കുകയും വിഷയം പറയുകയും ചെയ്തപ്പോ, ഇന്ന് നിങ്ങൾ മണിമണിയായി ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ ഭംഗിയായി ഇവിടെ സംസാരിച്ചിറങ്ങിപ്പോയ പോക്കർ മുസ്ലിയാർ നിങ്ങളോടത് പറഞ്ഞു തരും. അദ്ദേഹം അനുഭവസ്ഥനാണ്. എന്താണ് ഈ സമയത്ത് നിങ്ങൾ വന്നതെന്ന് പറഞ്ഞപ്പോ, ഇങ്ങനെ വയല് തുടരണം ഞങ്ങൾക്ക് എന്ന് സംഘാടക സമിതി ആവശ്യപ്പെട്ടു. ഓർ പറഞ്ഞു, ഓനിക്ക് പറയേനും ഇങ്ങക്ക് ചിരിക്കുവാനും നല്ല ഇതുണ്ടാവൂലേ, നിങ്ങൾ പറയിച്ചോളി, നിങ്ങളെ നാട്ടിലെ വയലിനെന്തിനാ എന്റെ അംഗീകാരം? ഒരൊറ്റ പോയിന്റ്, നിങ്ങളുടെ നാട്ടിലെ വയലിന് എന്റെ അംഗീകാരം വേണ്ട, ഓനിക്ക് പറയാനും നിങ്ങൾക്ക് ചിരിക്കാനും നല്ല സുഖമുണ്ടാകും, ആയതുകൊണ്ട് നിങ്ങൾ പറയിച്ചോളൂ, പക്ഷേ എന്റെ അംഗീകാരത്തോടെ വേണ്ട എന്നായിരുന്നു ഓരുടെ നിലപാട്. പലരും കിടഞ്ഞു പറയുകയും കൂട്ടത്തിൽ ഒരാൾ അമ്മളിയാടെ അരിമാകുന്ന കാര്യമൊന്നും അല്ലാലോ അമ്മളി വന്നത് എന്തോ ഒന്ന് പറയുകയും അവസാനം ഇവിടുന്ന് സമ്മതം കിട്ടിയാലേ ഞാൻ പോകും എന്ന് പറഞ്ഞപ്പോ, എന്റെ സമയമായാൽ ഞാൻ അകത്ത് കയറി കിടക്കും, നിങ്ങൾ പോയാലും പോയില്ലെങ്കിലും എന്നോട് മറുപടി പറയുകയും ആ സംഘം തിരിച്ചു പോരുമ്പം ബയ്യ പോക്കർലിയാർ എന്നോട് പറഞ്ഞ ബയ്യ ഞാനും നിങ്ങനെ തല കാണിച്ചേ ഇഞ്ഞും ഉണ്ടോ, ഓലെന്നെ വലിച്ച് വണ്ടി കയറ്റിയുകൊണ്ട് ഞാനും പോന്താന്ന് പോക്കർലിയാർ പറഞ്ഞു. ആ വണ്ടി തിരിച്ചു വരുമ്പം വണ്ടി മറിഞ്ഞുവെന്നും ചിലർക്കൊക്കെ പരിക്ക് പറ്റിയെന്നൊക്കെയുള്ള സംഭവം നാദാപുരത്തുള്ള മുതിർന്ന ആളുകൾക്ക് ചിലപ്പോൾ ഓർമ്മയിലുണ്ടാകും. ആ വയല് പിന്നീട് തുടർന്നില്ല എന്നതാണ് ചരിത്രം.
ഈ രീതിയിൽ എന്തു പറയുന്നു എന്നത് നാദാപുരത്തിന്റെ ഓരോ മണൽത്തരികളും വളരെ അക്ഷരം പ്രതി വളരെ കൃത്യമായി പാലിച്ചിരുന്ന ഓരുടെ തട്ടകമാണ്, ഓരുടെ ഒരു കേന്ദ്രമാണ് നാദാപുരം. ഈ നാദാപുരത്ത് പോറും ഓർക്ക് എതിരെ ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് ആ വെളിപ്പാട് അകലമെന്ന് പറയുമ്പോൾ ഒരൽപ്പം വേദനയും പ്രയാസവും ഓരോടുള്ള സ്നേഹത്തിന്റെ പേരിലും ആ ഒരു ബന്ധത്തിന്റെ പേരിലും എന്നോട് ഇത്രയും സംസാരിച്ചു പോയതാണ്. ആർക്കെങ്കിലും പ്രയാസം തോന്നിയെങ്കിൽ ക്ഷമിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഓരുടെ ജീവിതം. വളരെ കൃത്യമായി ഒന്നും കാംക്ഷിക്കാതെ വളരെ സുന്ദരമായി അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ എന്തോ അത് വളരെ കൃത്യമായി പറയുക. കാര്യലാഭം ലവലേശം ആഗ്രഹിച്ചില്ല. നാം ആലോചിച്ചു നോക്കൂ, ഓരൊരു പ്രസംഗകനായിരുന്നില്ല, എഴുത്തുകാരനായിരുന്നില്ല, ആളുകൾക്കിടയിൽ ധാരാളം പ്രത്യക്ഷപ്പെടുന്നവരായിരുന്നില്ല. ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ പോലും ഓരുടെ എളുമത്തരം എത്രയായിരുന്നു? ഈന്തോലപ്പട്ട വെക്കും പോലെ എന്നാണ്. കല്യാണത്തിന് ഈന്തോലപ്പട്ട വെക്കുന്ന പോലെ എന്നെയാടെ കൊണ്ടാക്കണല്ലോ എന്ന്. ഈന്തോലപ്പട്ട കുത്തുന്നത് പോലെ എന്നെയാട കാഴ്ചക്ക് വെക്കണമെന്ന് ഈന്തോലപ്പട്ട വെക്കും പോലെ. ആ രീതിയിൽ അത്ര വിനയമാണ്. ഓറെക്കുറിച്ച് വല്ലപ്പോയെങ്കിലും ഓരോട് സംവദിച്ചവർ ഓറ് പറയാ, എന്റെ അടുത്തോ വന്നിക്കേനു അല്ലെ ഇന്നയാള് വന്നിക്കേനു, എന്നിട്ട് എന്നോട് പറഞ്ഞിക്ക് ഇഞ്ഞങ്ങ് വരണോ. നീ പറഞ്ഞ എന്റെ അടുത്ത് ഇന്നയാൾ ഇന്നടത്തില്ല, ഇന്നയാള് വന്നിട്ട് എന്നോട് ഇഞ്ഞങ്ങ് വരണോ, ഇന്നൊരാവശ്യമുണ്ട് ഇഞ്ഞങ്ങ് വരണോ എന്ന് പറഞ്ഞിക്കോ. ഓറ ഒരിക്കലും ഇഞ്ഞിന്നോ അതിന്റെ അരിയത്തുള്ളതോ ചെല്ലുന്ന ഒരാളും വിളിക്കുകയില്ല. നമുക്ക് പരമബോധ്യമാണെങ്കിലും ഓറോറ ഉദ്ധരിക്കുന്ന എന്നോട് വന്നിട്ട് ഇഞ്ഞങ്ങ് വരണോ എന്ന് പറഞ്ഞിക്ക്. ഈ രീതിയിൽ ബഹുമാനപ്പെട്ടവരുടെ വിനയം എത്ര വലിയ വിനയം! പക്ഷേ മഹാനവറുകൾ സധീരം നിൽക്കേണ്ട, മഹാനവറുകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുനിരായ ഷാദുലി സാഹിബിന് ചരിത്രത്തെ തേജോവധം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ചരിത്രം വ്യഭിചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഷാദുലി സാഹിബിന്റെ കരങ്ങളിലൂടെ പുറത്തു വന്ന ആ തൂലികയിൽ ഇന്നലെ ഞാൻ മറച്ചു നോക്കിയപ്പോ നേരത്തെ ഇവിടെ നാദാപുരം യൂത്ത് ലീഗിന്റെ സാരഥി പറഞ്ഞതുപോലെ, നാദാപുരം പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ സാരഥി പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞതിനപ്പുറമുള്ള കുറച്ച് വരികൾ കൂടി എന്റെ നാദാപുരത്തെ സുഹൃത്തുക്കൾ വായിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ 1960കളിൽ വിനയാന്വിതമായി ബഹുമാനപ്പെട്ടവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ തുടരാൻ, മെമ്പർഷിപ്പ് എടുക്കാൻ, അംഗമാകാൻ ഞാൻ ഒരുക്കമില്ലെന്ന് പറഞ്ഞിട്ട് പറയാൻ ഞാൻ അർഹതല്ലെങ്കിലും 1950കളിൽ വടകരയിൽ നടന്ന യോഗത്തോടുകൂടെ തന്നെ അതിന്റെ പോക്ക് ശരിയല്ലെന്ന് ദർസുകളിൽ വെച്ച് ഉച്ചേശ്വരം പ്രഖ്യാപിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ ഊർ. ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഊർ 1967 ഏപ്രിൽ മാസം 8-ാം തീയതി സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൈക്കൊണ്ട ഒരു തീരുമാനത്തെ തുടർന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രാജകീയ പദവിയാകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് പദവി വലിച്ചെറിഞ്ഞുകൊണ്ട് മഹാനവറുകൾ സമസ്തയിൽ നിന്നിറങ്ങിപ്പോന്നതെങ്കിൽ 1950 വടകര യോഗം എന്നോർ പേരെടുത്ത് പറയാറുള്ള യോഗത്തിൽ, ആ യോഗത്തിന് ശേഷം തന്നെ സമസ്തയുടെ പോക്ക് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് മഹാൻ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതൊക്കെ നമ്മൾ ഉദ്ധരിക്കുമ്പോൾ ആളുകൾക്കിടയിൽ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. 1950കൾ മുതൽ തന്നെ സമസ്തയുടെ പോക്ക് ശരിയല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ 1960 ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ എന്ന് പറയുന്ന കേരളീയ മുസ്ലിം സമാജത്തിന്റെ സമുന്നതരായ നേതാവ് മഹാനവറുകൾ ഒരു എഴുത്ത് കൊടുത്തു വെച്ചിട്ട് വിനയ പുരസ്സരം തങ്ങളെ പ്രയാസം വിചാരിക്കരുത്, സമസ്തയിൽ അംഗമാകാൻ ഞാൻ ഒരുക്കമില്ലെന്ന് പറഞ്ഞത് മഹാന്റെ ദീർഘവീക്ഷണത്തിന്റെ തെളിവായിരുന്നു. 1960 കഴിഞ്ഞ് 1967 8/4/67 എന്ന് പറയുന്ന ഏപ്രിൽ മാസം 8-ാം തീയതി ഈ യന്ത്രം അനുവദനീയമാണെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ 14 ആളുകൾ, കേവലം 14 ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ, ആ യോഗത്തിൽ തന്നെ പ്രഗത്ഭരായിരിക്കുന്ന സമസ്തയുടെ സ്ഥാപക ഉലമാക്കൾ എതിർത്തിട്ടും അത് വകവെക്കാതെ ഭൂരിപക്ഷം 14 ആളുകൾ ഭൂരിപക്ഷം രേഖപ്പെടുത്തിയിട്ട് ഈ യന്ത്രം ജുമാ ഖുതുബക്കും ബാങ്കിനും അനുവദനീയമാണെന്ന് തീരുമാനമെടുത്ത് മഹാനായ സദഖത്തുള്ള ഓർ നിർബന്ധിതനായി സമസ്തയിൽ നിന്ന് പുറത്തു പോരേണ്ടി വന്നു. അത് കഴിഞ്ഞ് 1967 ഏപ്രിൽ മാസം കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയാണ്. മഹാനായ തായക്കോട് കുഞ്ഞലവി മുസ്ലിയാർ എന്ന് പറയുന്ന സൂഫി വര്യനും സാത്വികനുമായ ഉഹ്റവിയായ ഉലമായിന്റെ എല്ലാ ലക്ഷണങ്ങളുമൊത്ത അവിടുത്തെ വഫാത്ത് വരെ സുന്ദരമായിരിക്കുന്ന പൂക്കൾ സ്വീകരിച്ചുകൊണ്ട് എനിക്ക് നല്ല ബാലന്മാർ,
എനിക്ക് സുന്ദരമായ പൂക്കൾ കൊണ്ടുവന്ന് നൽകുകയാണ്, ഞാനത് സ്വീകരിച്ചു വെക്കുകയാണെന്ന് തന്റെ പരിസരത്ത് നിന്നവരോട് മറുപടി പറഞ്ഞ മഹാനായ തായക്കോട് കുഞ്ഞലവി മുസ്ലിയാർ പ്രസിഡന്റും ബഹുമാനപ്പെട്ട നാദാപുരത്ത് ശൈഖുന ഓർ സ്ഥാപക വൈസ് പ്രസിഡന്റുമായി തീരുമാനിച്ചു എന്ന വിവരം ഒരു കത്തിലൂടെ സദഖത്തുള്ള ഓർ അറിയിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുകയല്ലേ ചെയ്തത്. ഷാദുലി സാഹിബ് തന്നെ തന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ സംസ്ഥാനക്കാർ പറഞ്ഞാൽ പ്രയാസമായി തോന്നും, പക്ഷേ ചരിത്രം വ്യഭിചരിക്കാതെ ഉദ്ധരിക്കുക എന്നതാണ് ചരിത്രത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ഓരോരുത്തരുടെയും ബാധ്യത. അദ്ദേഹം തന്റെ പുസ്തകത്തിൽ അത് തുടർന്ന് എഴുതുന്നുണ്ട്. 1967 മുതൽ അതിന്റെ വൈസ് പ്രസിഡന്റായും മഹാനായ തായക്കോടിന്റെ വഫാത്തിന് ശേഷം അതിന്റെ പ്രസിഡന്റായും ബഹുമാനപ്പെട്ട ഓർ തുടർന്നു എന്ന് മാത്രമല്ല, അതിന്റെ എല്ലാ മുഷാവറകളിലും ഓരുടെ സൗകര്യത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട താജുൽ ഉലമ സദഖത്തുള്ള ഓരുടെ വഫാത്തിന് ശേഷം നാദാപുരത്തെ ജുമുഅത്ത് പള്ളിയിൽ ഓരുടെ അധ്യക്ഷതയിലും ഓരുടെ നിയന്ത്രണത്തിലും ചേർന്നുവെന്നതും നമുക്കൊക്കെ അറിയാവുന്ന, എല്ലാവരാലും അറിയാവുന്ന അവിതർക്കിതമായ സത്യമാണ്. ഈ സത്യങ്ങളെയൊക്കെ വ്യഭിചരിക്കുന്ന വിധത്തിൽ, ഇതൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിൽ ഓർ അങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്നത് ഒരു വലിയ പ്രയാസമുള്ള കാര്യമാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അത്രമാത്രം വിനയാന്വിതമായി ഞാൻ ഈ സമയത്ത് ഓരുടെ ഓർമ്മയുടെ ഭാഗമായി പങ്കുവെക്കുകയാണ്. ആയതുകൊണ്ട് ഓരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമായിരുന്നില്ല. ഓർക്ക് ഈ യന്ത്രത്തിലൂടെ ഹുത്തുബോധിക്കുമെന്ന് പറഞ്ഞാൽ എന്താ ഓർക്ക് വിഷമം? എന്തിനാ ഇത്ര വലിയ എതിർപ്പോർക്ക്? പക്ഷെ ഓറ് മനസ്സിലാക്കിയ ദീനതാണ്, അത്രേ ഓർക്കതിലുള്ളൂ. എല്ലാ വിഷയത്തിലും വളരെ വിശാലമായ കാഴ്ചപ്പാട് ഓർക്കുണ്ട്. ഒരു സുഹൃത്ത് ഒരവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ മസാലയും സുഹൃത്ത് നിന്ന് എനിക്ക് ഓർക്കൊണ്ട് പറഞ്ഞുകൂടാ, കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ്. എന്റെ വാക്കിന്ന് പെട്ടെന്ന് നാവൊന്ന് വന്നുപോയത്. എന്റെ ഉപ്പാനെക്കാട്ടിലും ചിലപ്പോൾ ഓർക്ക് വയസ്സുണ്ടാവും. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞു, എല്ലാ മസാലയും ഞാൻ ചോദിക്കുക ഓറോടാ. അയാൾ തമാശ പറഞ്ഞതാ. എന്താ, എന്ത് ചോദിച്ചാലും വളരെ സന്തോഷകരമായ കൃത്യമായ സമാധാനം എളുപ്പമുള്ള മറുപടി കിട്ടും. ലൗഡ് സ്പീക്കറിന്റെ സംഗതി ചോദിച്ചു, അത് ഇയാൾ ഓറോടല്ലേ ചോദിക്കുക. എന്താ, അത് ഞാക്കി തന്നെ അറിയാലോ. തരക്കേടില്ലേ, അത് ഞാക്കി തന്നെ അറിയാൻ പറ്റൂ, അറിഞ്ഞൂടാത്തതല്ലേ ഓറോട് ചോദിക്കേണ്ടു. തമാശ പറഞ്ഞതാ മൂപ്പർ. അത് തരക്കേടില്ല, അത് നല്ല തമാശയാണ്. ഇനി അറിയാമെങ്കിൽ അങ്ങനെ ചെയ്താലും തിരക്കേടില്ല. പക്ഷെ ഓർ ഇത് പറ്റൂ എന്ന് പറയുന്ന ആളെ ഓർക്കതിനൊന്നും ഇല്ലേനു എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ വലിയ വേദനയുള്ള കാര്യമാണ്. കാരണം ബഹുമാനപ്പെട്ടവരുടെ ദർസ് മുടക്കിയിട്ട് പോലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒന്നുമല്ലാത്ത ഫലാഹിയ കേവലം വിദ്യാർത്ഥിയായ കാലത്ത് പോലും ബഹുമാനപ്പെട്ടവരുടെ ഷറഉൽ അഖായിദയുടെയും മഹല്ലിയുടെയും നാദാപുരത്തെ ദർസ് മുടക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ ഒന്നുമല്ലാത്ത എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. എന്റെ അപ്പറല്ലേ പിന്നെ ബാക്കിയുള്ളതൊക്കെ സംഘടനാ സംബന്ധം അഥവാ ഇത്തരം ഒരു മസ്അല സംബന്ധമായ ഒരു വിഷയവുമായി കൈരളിക്ക് മുമ്പിൽ ഒരു വിഷയം സമർപ്പിക്കേണ്ടതിന്റെ ഭാഗമായി ഓരുടെ സമീപത്ത് സവിധത്തിൽ ചെന്നപ്പോ ഓരുടെ വീട്ടിലെ വിലപ്പെട്ട മണിക്കൂറുകൾ അനുവദിച്ചു തന്നതിന് പുറമെ വളരെ പ്രയാസമുള്ളവർക്ക് ഏറ്റവും പ്രയാസകരമായ ഷറഉൽ അഖായിദയുടെയും മഹല്ലിയുടെയും 2 ദർസുകൾ കട്ട് ചെയ്തുകൊണ്ട് നാദാപുരം ജുമുഅത്ത് പള്ളിയുടെ 2ാം നിലയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കാൻ, അഥവാ നേരത്തെ ഇവിടെ ആരൊക്കെയോ സൂചിപ്പിച്ചു പോയ കറൻസി സക്കാത്ത് സംബന്ധമായ ബാങ്ക് പലിശ സംബന്ധമായ ഭാഗം ശ്രദ്ധിക്കാനും നിർദ്ദേശം നൽകാനും 2 ദർസുകൾ കട്ട് ചെയ്തുകൊണ്ട് ഒന്നുമല്ലാത്ത കേവലം ഫലാഹിയ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർ ഈ സാധുവായ എനിക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സംഘടന എന്ന നിലയിൽ ദീനിന്റെ നിയമം ആരാണെങ്കിലും വഴിയായി ഏതെങ്കിലും മാധ്യമങ്ങൾ മുഖേന സംസ്ഥാന എന്ന പേര് വേണമെന്നില്ല, ആളുടെ അഡ്രസ് വേണമെന്നില്ല, സംഘടന വേണമെന്നില്ല, ഏതെങ്കിലും നിലയിൽ നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞ സത്യം ജനങ്ങളിൽ എത്തണമെന്ന ആ അടങ്ങാത്ത ആഗ്രഹം, ആ സത്യത്തോടുള്ള പ്രതിബദ്ധതയായിരുന്നു ബഹുമാനപ്പെട്ടവരുടേത്. ആ മഹാനവറുകൾ ഇവിടെ ജീവിച്ചതും അതിനു വേണ്ടിയായിരുന്നു. എത്ര വിനയാന്വിതമായ ജീവിതം, നിരവധി കറാമത്തുകൾ, നിരവധി പാഠങ്ങൾ, ഇൽമിന്റെ ആഴിയിൽ ഇറങ്ങിച്ചെന്നുള്ള നിരവധി അർത്ഥഗർഭമായിരിക്കുന്ന വളരെ വലിയ വലിയ പോയിന്റുകൾ, വലിയ പൊരുളുകൾ. നിങ്ങൾ നോക്കൂ, ഒരവസരത്തിൽ പാറക്കടവ് പ്രദേശത്തെ ബഹുന്നരായ കണാരണ്ടിയിലെ അഹമ്മദ് മുസ്ലിയാർ അല്ലാഹു അവരെയും നമ്മെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ, അവരുടെ ആഖിറത്തിന്റെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. ഒരവസരത്തിൽ കണാരണ്ടിയിലെ ഒരു ഫത്ഹുൽ മുഈനിൽ ത്വലാഖിന്റെ ബാബിൽ ഒരു ഭാഗമുണ്ട്. ത്വല്ലഖ്തുകി വാഹിദതൻ വസിൻതൈൻ ഫവഖഅ സലാസ്. ഒരാൾ തന്റെ ഭാര്യയോട് ത്വല്ലഖ്തുകി, നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലി, വാഹിദതൻ വസിൻതൈൻ, 1ഉം 2ഉം ത്വലാഖ് ചൊല്ലി, ഫവഖഅ സലാസ്, എന്നാ 3 ത്വലാഖും പോയി. ഇപ്പോഴത്തെ മുത്തല്ലിമീങ്ങളോ എന്നെ പോലത്തെ പോലെ നടന്നേ 1ഉം 2ഉം ചൊല്ലി 3 പോയി എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് എന്ത് ചെയ്യൂ?
നമ്മൾ കിതാബും കൂടിയിട്ട് നമ്മളങ്ങ് പോവും. 1ഉം 2ഉം ചൊല്ലിയാൽ എങ്ങനെയാ 3 പോവുക? തല്ലക്ക് തൂക്കി ഈ വാഹിദത്തെ 1 ചൊല്ലി വസീനത്തെയും 2ഉം ചൊല്ലി അപ്പൊ വക്കാസലാസ് 3 പോയി. അതെങ്ങനെയാണ് 1ഉം 2ഉം ചൊല്ലിയാൽ 3 പോവുക എന്ന ബഹുമാനപ്പെട്ട കണാരണ്ടിയിലെ ഓരുടെ മറ്റ് കിതാബുകളിൽ നിന്നൊക്കെ സമാഹരിച്ച ഒരു ഇഷ്കാല് മൺമറഞ്ഞു പോയ ബഹുമാനപ്പെട്ട തൈക്കണ്ടി അവറുകൾ ബഹുമാനപ്പെട്ട ശൈഖുനാ ദാദാപുരത്തെ ഓരുടെ മുമ്പിലേക്ക് ഇഷ്കാലിന് വേണ്ടി പരിഹാരത്തിന് വേണ്ടി വന്നുവെന്ന്. അങ്ങനെ ഓരുടെ സമീപത്തേക്ക് കണാരണ്ടിയുടെ ഇഷ്കാലുമായി തൈക്കണ്ടിയിലെ ഓറ് അള്ളാഹു അവരുടെ ഒക്കെ ആഖിറത്തിന്റെ ദർജ ഉയർത്തുമാറാവട്ടെ. ഓരുടെ സമീപത്തേക്ക് ഈ നീണ്ട രേഖപ്പെടുത്തിയ ഇഷ്കാലിന്റെ അടിഭാഗത്ത് ബഹുമാനപ്പെട്ട ഓറ് പറഞ്ഞു, അത് തല്ലക്കുത്തുക്കി വാഹിദത്തം വസിൻതേൻ എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം എന്നാ അതിന്റെ മേന. ലഫ്ള് നെക്കിറയാണ്, 1 കൂട്ടിയിട്ട് തർജുമ ചെയ്യണം. അപ്പൊ 1ഉം 2ഉം തൊലാക്ക് ചൊല്ലിയാൽ 1ഉം 1ഉം 2ഉം എന്നാണ്. അപ്പൊ 1 + 2 എന്നാണ്. 1ഉം 2ഉം എന്നല്ല, 1ാമത്തെയും 2ാമത്തെയും തൊലാക്ക് ചൊല്ലി എന്നല്ല മാന, 1ഉം 2ഉം തൊലാക്ക് ചൊല്ലി എന്നാണ്. പുതിയ മുത്തഅല്ലിമുകൾക്ക് കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്, സാധാരണക്കാർക്ക് ദഹിച്ചാലും ഇല്ലെങ്കിലും. ബഹുമാനപ്പെട്ടവർ അതിന്റെ അടിഭാഗത്ത് അങ്ങനെ ഒരു മറുപടി കുറിച്ചു കൊടുത്തു എന്നാണ്. അപ്പൊ 1ഉം 2ഉം ചൊല്ലിയാ ഫവക്കാസലാസ്, അപ്പോ 1ഉം 2ഉം, അപ്പം ഫവക്കാസലാസ് 3ഉം സംഭവിച്ചു. ഇങ്ങനെ ഇൽമിന്റെ നിറകുടങ്ങളായ വലിയ ആലിമുകൾക്ക് പോലും അവരുടെ സംശയങ്ങൾക്ക് സമീപിക്കാനും ചെറിയ വാക്കിലൂടെ, ചെറിയ പൊരുളുകളിലൂടെ വളരെ അർത്ഥവത്തായ നിലയിൽ അവരുടെ സംശയങ്ങളൊക്കെയും ഒലിച്ചു പോകുന്ന വിധം അവരെയൊക്കെ സന്തോഷപ്പെടുത്തുന്ന രീതിയിലുള്ള മറുപടി പറയാനുമുള്ള ഒരു വലിയ ഇൽമിന്റെ തഹ്ഖീഖിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ടവർ. അതായിരുന്നു അവരുടെ പ്രത്യേകത. ആ തഹ്ഖീഖുകളാണ് യഥാർത്ഥത്തിൽ നാദാപുരം പ്രദേശത്തുള്ള ആലിമുകളെ മറ്റുള്ള ആലിമുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും. നാദാപുരത്തെയും പരിസരത്തെയും ഓറിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച ആലിമുകൾ മറ്റു ഉലമാക്കളുമായി വ്യത്യസ്തരായി വരുന്നതും ഓറുടെ ഇത്തരം പൊരുളുകളുടെയും ഇത്തരം തഹ്ഖീഖിന്റെയും അടിസ്ഥാനത്തിലാണ്. നിരവധി വിഷയങ്ങൾ അവിടെ കാണാം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും എനിക്ക് കടന്നു ചെല്ലുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. വളരെ പ്രമാദമായ വിശ്വാസപരമായ വിഷയങ്ങളിൽ ഇബാദത്തിന്റെ മാന നിർവചിക്കുന്നിടത്ത് ഒക്കെ അവരുടെ ഈരടികൾ നാം പലപ്പോഴും കേട്ടതാണ്. അങ്ങേ അറ്റത്തെ ബഹുമാനമെന്ന് ഇബാദത്തിന് പലരും മാന പറയും. ഇപ്പോഴും വഹാബികൾ നമ്മെ കുടുക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങേ അറ്റത്തെ ബഹുമാനം എന്ന് പറയുന്ന ഇബാദത്തിന്റെ നിർവചനം പറയുന്നിടത്ത് അഖ്സാ ഗായത്തുൽ ഹുളൂ, അഖ്സാ ഗായത്തുൽ ഖുശൂ, അഖ്സാ ഗായത്തുൽ തദല്ലുലി വൽ ഹുളൂ എന്നിങ്ങനെ ഇബാദത്തിന്റെ നിർവചനം പറയുന്നിടത്ത് അങ്ങേ അറ്റത്തെ ബഹുമാനം. സാധാരണ ബഹുമാനപ്പെട്ട കുഞ്ഞാലി ഉസ്താദ് ഒരു സെഷൻ ഇതിനു വേണ്ടി ഉണ്ടാകാറുണ്ട്. ആ സെഷനിൽ കുഞ്ഞാലി ഉസ്താദ് ചോദിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ ഉണ്ടാകും. അങ്ങേ അറ്റത്തെ ബഹുമാനം എന്ന് പറഞ്ഞാൽ സുജൂദ് ഇബാദത്താന്ന് വെക്ക, എന്നാ പിന്നെ റുക്കു ഇബാദത്താന്ന് പറയാവോ സുജൂദിനെ അപേക്ഷിച്ച്? കാരണം അങ്ങേ അറ്റായിക്കില്ലാലോ, അങ്ങേ അറ്റായിക്കില്ലാലോ. അപ്പൊ അങ്ങേ അറ്റം എന്ന് പറയണമെങ്കിൽ പ്രവൃത്തി കൊണ്ട് അറ്റം കണക്കാക്കാൻ പറ്റുകയില്ല. അലാ മുന്തഹ തഅ്ലീമി തഅ്ലീമു മുന്തഹ വമൻ ലം യകുൻ ഫീ ഖബ്ലത്തിൽ ഗൈരി മുന്തഹ വലൈസ വറാഅ അല്ലാഹി ഫിൽ ഹഖ് മുന്തഹ വലാ തത്തഖിദ് ശൈഅൻ സിവല്ലാഹി മുന്തഹ. അങ്ങേ അറ്റത്തെ ബഹുമാനം എന്ന് പറഞ്ഞാൽ എല്ലാം ചെന്ന് അറ്റമാകുന്ന ഒരുത്തനെ ബഹുമാനിക്കലാണ്. എനിക്കേടുന്ന് കിട്ടി, അത് ഇന്നെടുത്തുനിന്ന്, ഓനിക്കേടുന്ന് കിട്ടി, ഇന്നെടുത്തുനിന്ന്, ഇങ്ങനെ അവസാനം ആർക്കേടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അവസാനം അത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയേണ്ടി വരും. എല്ലാം ചെന്ന് അറ്റമാകുന്നവൻ അലാ മുന്തഹ തഅ്ലീമി തഅ്ലീമു മുന്തഹ വമൻ ലം യകുൻ ഫീ ഖബ്ലത്തിൽ ഗൈരി മുന്തഹ. ആരുടെയും പിടുത്തത്തിലല്ലാതെ സ്വന്തത്തിലുള്ളവനാണ് അങ്ങേ അറ്റമുള്ളവൻ. അതുകൊണ്ട് തന്നെ വലൈസ വറാ അല്ലാഹി മുന്തഹ, അല്ലാഹുവാണ് മുന്തഹ, എല്ലാം ചെന്നറ്റമാകുന്നവൻ അല്ലാഹുവാണ്. അപ്പൊ സ്വന്തം കഴിവുള്ളവൻ എന്ന നിലയിൽ അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ പേരാണ് ഇബാദത്ത്. വളരെ കൃത്യമായ പോയിന്റിലേക്ക് പണ്ഡിത ലോകത്തെ ചിന്തിപ്പിക്കാനും അവരെ വഴിനടത്താനും അവരെ ഇർശാദ് ചെയ്യാനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സംസാരിച്ചു നടന്നിരുന്ന വലിയ ഉലമാക്കളെ പോലും അത്ഭുതപ്പെടുത്താനും ഒരു വേള ഓരുടെ ഈ ഈരടികളും ഈ വിവരണങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ സഹായകമായിട്ടുണ്ട്. ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് വിവരിക്കുമ്പോഴേ കാര്യം ബോധ്യമാവുകയുള്ളൂ. ഇതായിരുന്നു ഓരുടെ പ്രത്യേകത. ഏതൊരു കാര്യത്തെയും വളരെ കൃത്യമായി വിവരിക്കുക, ഒന്നും തിരിയാത്തതില്ല. തിരിയാത്തത് വല്ലതുമുണ്ടെങ്കിൽ അവിടുന്ന് കിതാബ് പൂട്ടിയിട്ട് ദർസ് അവിടെ നിർത്തുമെന്നാണ് അവിടുത്തെ നടപ്പ്. ഏതെങ്കിലും ഒരു ഭാഗം വളരെ കൃത്യമായി വേണ്ടതുപോലെ തിരിഞ്ഞില്ലെന്ന് വെച്ചാൽ ആ ഭാഗം പെട്ടെന്ന് തന്നെ ഒരു പൂട്ടും. പല നിലയിലും പലരോടും ചോദിക്കും. ബഹുമാനപ്പെട്ട ചേലക്കാട് അസം മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കെ യു ഉസ്താദ് അവറുകൾ,
അങ്ങനെയുള്ള വലിയ വലിയ ആളുകളാണ് അവരുടെ മുമ്പിലിരിക്കുന്നത്. ഓരോരുത്തരോടും ചോദിക്കും, അതെന്നാണോ? നമ്മളിതൊക്കെ കാണികളായിട്ട് ദൂരേക്ക് അഥവാ പോയി കുത്തിരിഞ്ഞാൽ നമ്മളിത് കാണികളായിട്ട് നമുക്ക് കാണാം. അതെന്നാ ഇങ്ങനെ ഓരോരുത്തരോട് ഇഞ്ഞെന്താ പറയുന്നത്? അങ്ങനെ ഓലെ കൊണ്ട് ഇങ്ങോട്ട് പറയിക്കും. ഓരിങ്ങോട്ട് പറയുമ്പോൾ ഓരതങ്ങോട്ട് റദ്ദ് ചെയ്യും. അങ്ങനെ എന്നിട്ട് ഈ ഒരു കോലത്തിലും ശരിയായിക്കില്ല എന്ന് പറയും, എല്ലാവരും ബാത്തിലാക്കും. എന്നിട്ട് അവസാനം ഓർ എന്നെ സമർത്ഥിക്കും. അങ്ങനെയും ചർച്ച എവിടെയും എത്താതിരിക്കുമ്പോൾ ചിലപ്പോൾ ആടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ചാടെ പൂട്ടും. ഇത് കഴിഞ്ഞാൽ പുരേ പോയിട്ട് ഒരു കിതാബ് നോക്കുന്ന സമ്പ്രദായമൊന്നും ഇല്ല എന്നാണ്. പുരേ പോയി പിറ്റേന്ന് ദർസിൽ വന്നാൽ ആദ്യം പറയാ, ഇന്നലെ ആ ചർച്ച വെച്ച ഭാഗം അതിങ്ങനെയായിരുന്നു എന്ന് ആ ഭാഗത്തിന്റെ എല്ലാ വിഷയങ്ങളും ഒരു ഹല്ല് ചെയ്ത് വളരെ കൃത്യമായി സുന്ദരമായി ഓർ അവതരിപ്പിക്കും. എല്ലാവരുടെയും കെയു എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ നമ്മളിവിടെ പറഞ്ഞതുപോലെ ആരാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഫലാഹിയ കോളേജിന്റെ ഹൗദിൽ എത്ര വെള്ളം കൊള്ളൂന്ന് വെറും പോയില്ലാറ് മാത്രമൊന്നുമല്ല, എഞ്ചിനീയർ ഓറും കണക്കൂട്ടിയിട്ട് എഞ്ചിനീയർ തോറ്റു കൊടുക്കേണ്ടി വന്നു പോയി. കുശാഗ്ര ബുദ്ധിയുടെ ഉടമ, അപാരമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ എങ്ങനെ അതിനെ വർണ്ണിക്കണം? വർഗപരമായി തന്നെ അവരുടെ ഫാമിലി എങ്ങനെയാണല്ലോ നേരത്തെ ഇവിടെ പറഞ്ഞ കോക്കലോർ എന്ന് പറയുന്ന ആ ഓറുമാരുടെ പരമ്പര, ആ ഓറുമാരുടെ പരമ്പരയിൽ വന്ന ആ ഒരു വല്ലാത്ത ബുദ്ധിയുടെ ഉടമകളാണവർ. ആ ബുദ്ധിയിൽ നിന്ന് ശരിക്കും ഒരു വിഷയം വളരെ സാവകാശത്തോടുകൂടെ വളരെ പക്വതയോടെ ഏതൊരാൾക്കും എന്തും ചോദിക്കാം. ബഹുമാനപ്പെട്ട കെയു ഓറോട് വളരെ പതിയെ, വളരെ ചെറിയ ശബ്ദത്തിൽ വളരെ കൃത്യമായ മറുപടി, ആർക്കും പ്രലോഭിപ്പിക്കുവാൻ സാധിക്കൂല. അള്ളാഹു അവരുടെയും ആഖിറത്തിന്റെ ദർജ ഉയർത്തുമാറാവട്ടെ. ആ ജന്നത്തുൽ മുഅല്ലയിൽ, ആ പുണ്യമായ ഭൂമിയിൽ അള്ളാഹു അവർക്ക് ഖബറൻ നൽകിയതുപോലെ നാളെ സ്വർഗീയ ആരാമത്തിലും പടച്ചറബ് മുത്തുനബിയുടെ ജിവാറിൽ അവരെയും നമ്മെയും നമ്മുടെ ഗുരുമഹത്തുക്കളെയും മശായിഖുമാരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആ മഹാനവറുകളൊക്കെയാണ് ദർസിലെ വിദ്യാർത്ഥികൾ. നമ്മളീ പറയും പോലെയല്ല, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും സംവദിക്കുക തന്നെ ചെയ്യും. ദർസിൽ തുറന്ന ചർച്ച നടക്കും, വലിയ ചർച്ച, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സംവാദം, എന്നിട്ട് വിഷയങ്ങളൊക്കെ ഗഹനമായ ചർച്ച, എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം ഓരുടെ അതിന്റെ ബടുത്തമാക്കി മട്ടമാക്കി ഓരുടെ അവതരണം, അതിന്റെ പൂർത്തീകരണം. ഈ രീതിയിലാണ് ഓരുടെ ശിഷ്യന്മാർ ഓർ വളർത്തിയെടുത്തത്. ആ നിലയിലുള്ള ഉലമാക്കൾ, ആ നിലയിൽ വളർന്നു വന്ന ദീനിയായ രംഗത്ത് അവരുടെ ദീനിയായ കാഴ്ചപ്പാടുകൾ സത്യത്തിൽ ഓറിൽ നിന്നും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഏതൊരു വലിയ ആളുടെ മുമ്പിലും വളച്ചുകെട്ടില്ലാതെ ധൈര്യസമേതം അവർക്ക് പറയാൻ സാധിക്കുന്നത്. അള്ളാഹു ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉലമാക്കൾക്കും നേതാക്കൾക്കും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗത്തിൽ കഴിയുന്നവരുണ്ട്, നമുക്കൊക്കെ അറിയാം. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിലും ഓരുടെ മുതിർന്ന ശിഷ്യഗണങ്ങൾ, ബഹുമാനപ്പെട്ട തച്ചിലത്തോറ പോലെയുള്ള പ്രായത്തിന്റെയും മറ്റു രോഗങ്ങളുടെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. എല്ലാത്തിലും ഉപരി നമ്മുടെ ബഹുന്നരായിരിക്കുന്ന നമ്മുടെ മൗലാന ബഹുന്നരായ നജീബ് ഉസ്താദ് ഓറ് വന്നാൽ അന്നത്തെ എല്ലാ ദർസും നിർത്തിയിട്ട് ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി അന്ന് ഓറ് മാറിക്കൊടുക്കുകയാണ്. അന്നത്തെ ക്ലാസുകളൊക്കെ നിർത്തി ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദിന് വേണ്ടിയിട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാറിക്കൊടുക്കുകയാണ്. കാരണം എന്താ? ഓറുമായി സംവദിച്ച് ഓർക്ക് എന്റെ സമയം നൽകിയാൽ അത് ഈ സമുദായത്തിന് നേട്ടം കിട്ടും, ഈ സമുദായത്തിന് ഗുണം കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ഓറ് മനസ്സിലാക്കിയത് കൊണ്ടാണ്. വെറുതെയല്ല, അങ്ങ് തെക്ക് നിന്ന് തെക്കേ അറ്റത്ത് നിന്ന് മമ്പാട്ട് നിന്നോ വണ്ടൂരിൽ നിന്നോ വരുന്ന ബഹുമാനപ്പെട്ട മൗലാനയ്ക്ക് വേണ്ടി നാദാപുരത്തെ ജുമുഅത്ത് പള്ളിയിലെ ദർസുകൾ മാറ്റി നിർത്തിയിട്ട് മഹാനവറുകൾക്ക് പേഴ്സണലായി സ്വകാര്യമായി ദർസിന്റെ അന്നത്തെ പകൽ മാറ്റിവെച്ചു കൊടുത്തുകൊണ്ട് സംശയ ദൂരീകരണത്തിനും വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ബഹുമാനപ്പെട്ടവർ സമയം നീക്കിവെച്ചത് അവിടുത്തെ ദീർഘവീക്ഷണമാണ്. മഹാനവറുകൾക്ക് ഇതൊക്കെ പകർന്നു കൊടുത്താൽ കേരളീയ സമൂഹം അനാഥമായി പോവുകയില്ല. അവരെ വഴി നടത്താൻ ഒരു കണ്ണി ഇവിടെ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ടവരുടെ പൊരുത്തവും ആശീർവാദവുമുള്ള മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട മൗലാന അവറുകൾ. തന്റെ 19ാമത്തെ വയസ്സിൽ തന്നെ തന്റെ ഗുരുവര്യരാൽ മുഷാവറയിലേക്ക് നിയോഗിക്കപ്പെട്ട വലിയ ഭാഗ്യം ലഭിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഓറുടെ. ആ താജുൽ ഉലമയുടെ പൂർണ്ണമായ പൊരുത്തവും അംഗീകാരവും ലഭിച്ചവരാണ് ബഹുമാനപ്പെട്ട മൗലാന. ഇതൊരു വലിയ അംഗീകാരമാണ്, ഗുരുവിന്റെ അംഗീകാരം. ആരും എന്റെ പ്രിയപ്പെട്ട സഹോദരന സംഘടനയുള്ള സഹോദരങ്ങളെ ആരും അസൂയപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. ഈ സംഘത്തിന്റെ ഉലമാക്കളുടെ മികവത് മാത്രമാണ്, മറ്റൊന്നുമല്ല. കുരുത്തവും പൊരുത്തവുമില്ലാത്ത ഒരു ആലിമിനെ ഈ സംഘത്തിന്റെ നേതാക്കളുടെ കൂട്ടത്തിൽ കാണിക്കാൻ സാധ്യമല്ലെന്ന് തീർച്ചയായും ആത്മവിശ്വാസത്തോടുകൂടെ തല ഉയർത്തി പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. പുറത്താക്കപ്പെട്ടവർ ഈ കൂട്ടത്തിലില്ല, ഗുരുവര്യന്മാർ പുറത്തുവാക്കിയവർ ഈ കൂട്ടത്തിലില്ല.
ആ നിലയിൽ ഈ സംഘത്തെ നയിക്കാൻ ശരിക്കും ആശീർവദിച്ചുകൊണ്ട് എനിക്ക് വടകരയിൽ വെച്ചുകൊണ്ട് ഈ യന്ത്രത്തെക്കുറിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു യോഗത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന നാദാപുരത്തെ ഓർ ഇരുന്നപ്പോ ഓർ പറഞ്ഞത്, ബഹുമാനപ്പെട്ട മൗലാന നജീബ് ഉസ്താദിന്റെ പ്രസംഗം കഴിയുന്നത് വരെ ഇരുന്നിട്ട് ഓർ പറയുന്നത് എന്താന്നോ, പയ്യെ എനിക്ക് മൂത്രിക്കുകയും ചടച്ചിട്ടൊരു നിവൃത്തിയുമില്ല. നമ്മൾ ആലോചിക്കണം, വടകരയിൽ വെച്ചുകൊണ്ട് ഈ യന്ത്രത്തിലൂടെ ജുമുഅ ഖുതുബ നടത്തുന്നതും ബാങ്ക് കൊടുക്കുന്നതും സ്വഹീഹല്ലെന്ന് വടകരയിൽ വെച്ചുകൊണ്ട് ഒരു യോഗം നടന്നപ്പം മൗലാന അവിടെ വെച്ചത് പ്രസംഗിച്ചപ്പോ ഓറുണ്ട് സ്റ്റേജിൽ. നേരത്തെ പോക്കർലിയാർ പറഞ്ഞല്ലോ, തൈലി മുസ്ലിബിയാൻ മദ്രസയിൽ വെച്ച്, നമ്മുടെ ഈ മദ്രസയിൽ വെച്ച് യോഗം നടന്നപ്പോ ഓറുണ്ട് എന്ന്. വെറുതെ മൗലാന പറയുന്നു, മറ്റുള്ളവർ പറയുന്നു, ശിങ്കിടികൾ പറയുന്നു എന്ന് ആക്ഷേപിക്കുന്നവർ, ഇതെന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുന്നത് നന്ന്. ബഹുമാനപ്പെട്ടവർ പറയാ, മൂത്രമൊഴിക്കുക എനിക്ക് പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല, പക്ഷെ ഞാൻ അന്നേരം കീഞ്ഞു പോന്നാല് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കോളി എന്നിച്ചിട്ട് ഞാൻ സബൂറാക്കി കയ്യോളും കാത്തു കുത്തിരിഞ്ഞതാണ്. ഈ ഒന്നുമല്ലാത്ത നമ്മളാരെങ്കിലും അങ്ങനത്തെ ഒരു ഘട്ടം വന്നെന്ന് കൂട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അംഗീകാരം കൊടുക്കേണ്ട ഘട്ടമൊന്നല്ല, എന്തോ ഒരു ലേശം സഹിക്കേണ്ട ഒരു ഘട്ടം വന്നെന്ന് കൂട്ടിക്കോ. ഒന്നുമല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 മിനിറ്റ് നമ്മൾ സഹിക്കൂല. ഓർക്ക് മൂത്രമൊഴിക്കുവാൻ പ്രയാസപ്പെട്ടിട്ട് വളരെ പ്രയാസപ്പെട്ട് മൂത്രിക്കേണ്ടിയിട്ട് പോലും ഞാൻ വളരെ പ്രയാസപ്പെട്ട് ഞാൻ പിടിച്ചു നിന്നതാണ്, വളരെ പ്രയാസത്തോടുകൂടെ. എന്തിന് അതിന്റെ ഇടയ്ക്ക് ഞാനിങ്ങ് കീഞ്ഞു പോന്നിട്ടൊരു മോശമായി പോണ്ട ഒരു പ്രസംഗിക്കുമ്പോൾ. ഈ നിലയിൽ ആശീർവാദം നൽകിയിട്ട് ഈ നിലയിൽ തന്റെ വളരെ കുട്ടിക്കാലത്ത് തന്നെ 2 സൂര്യ തേജസ്സുകളിലൂടെ താജുൽ ഉലമയിലൂടെയും ശംസുൽ ഉലമയിലൂടെയും വളർന്നു വന്ന ഒരു സുന്ദരമായ ഒരു പണ്ഡിത താരകത്തെ തച്ചു തകർത്തു കളയാമെന്ന് ഏതെങ്കിലും ചെറിയ കേന്ദ്രങ്ങളോ കുട്ടികളോ വിദ്യാർത്ഥികളോ മനസ്സിലാക്കിയാൽ അത് വിലപ്പോകുന്നതല്ല. തിരിച്ചറിയേണ്ടവർ അത് തിരിച്ചറിയുമെന്ന് ഈ അനുസ്മരണ വേളയിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അയവിറക്കുകയാണ്. നാം അവരെ മനസ്സിലാക്കണം. 19ാമത്തെ വയസ്സിൽ താജുൽ ഉലമ എന്ന കേരളത്തിലെ സമസ്തയുടെ പ്രസിഡന്റ് പദവി അംഗീകരിച്ച, ആ പ്രസിഡന്റ് പദവി അലങ്കരിച്ച ഒരു പണ്ഡിതവര്യന്റെ അംഗീകാരത്തോടെയാണ് മുഷാവറയിലേക്ക് കടന്നു വരുന്നത് മഹാൻ. നാദാപുരത്തെ പണ്ഡിത ജ്യോതിസാണ് മഹാനവറുകൾക്ക് അംഗീകാരം നൽകുന്നത്. അത്ര വലിയ ഒരു വ്യക്തിത്വത്തെ, ഈ നേട്ടമുള്ള ഒരു പണ്ഡിതവര്യൻ ഇങ്ങനെ ആരെ കാണും? ഈ ഒരു ഇരട്ട നേട്ടമുള്ള, ഇത്ര വലിയ പൊരുത്തമുള്ള, ഗുരുത്വമുള്ള ഒരു ആലിം. തന്റെ ഗുരുവര്യന്മാരിൽ നിന്ന് മനസ്സിലാക്കിയ ഗുരുത്വവും പൊരുത്തവുമാണത്. ആ ഒരു ആലിമിനെ ചെറിയ ചെറുപ്പക്കാരൊക്കെ ഇന്ന് നാട്ടിന്റെ കവലകളിൽ ചീത്ത പറയുന്ന, പച്ചയിൽ ആക്ഷേപിക്കുന്ന സംഘടനാ സങ്കുചിത്വം എന്ന് പറയുന്നത് ഒരു മുസൽമാന് ചേർന്നതാണോ എന്റെ പ്രിയപ്പെട്ടവരെ? അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു മുസൽമാന് ചേർന്നതല്ലല്ലോ അത്. സംഘടനാ സങ്കുചിതത്വത്തിന്റെ പേരിൽ സംഘടന വേണം, വിമർശനങ്ങൾ വേണം, ഖണ്ഡനങ്ങൾ വേണം, മണ്ഡനങ്ങൾ വേണം, ഒന്നും വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ സംഘടനാ സങ്കുചിതത്വത്തിന്റെ പേരിൽ പരിധി വിട്ടുകൊണ്ട് വ്യക്തിപരമായി ഇത്ര വലിയ ഒരു ആലിമിനെയൊക്കെ ചെറിയ കുട്ടികൾ, അവരുടെയൊക്കെ കുട്ടികളുടെ സ്ഥാനത്തുള്ളവർ ആക്ഷേപിക്കുക എന്നത് വലിയ അപകടകരമായ സംഘടനാപരമായ ഒരു പക്ഷപാതിത്വമല്ലേ, ഒരു സഞ്ചാരമല്ലേ? ഈ നിലയിൽ നമ്മുടെ യുവാക്കളെയും നമ്മുടെ നാടിനെയും സുന്നി സമൂഹത്തെയും വഴി നടത്തിയാൽ വലിയ നഷ്ടം നമുക്കുണ്ടാവില്ലേ എന്ന് ആലോചനാശേഷിയുള്ളവർ ചിന്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എത്ര വലിയ അദബായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുന ഓർ കാണിച്ചത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട നമ്മുടെ ഓറുടെ ഗുരുവര്യരിൽ തുടക്കത്തിൽ കിതാബോധി പഠിച്ച മഹാനാണ് കേളോത്ത് കണ്ടിയിലെ ഓർ. അള്ളാഹു ബഹുമാനപ്പെട്ട മൗലാന ഞാൻ പറഞ്ഞു വന്നപ്പോൾ വിട്ടുപോവുകയാണ്. അള്ളാഹു അവർക്കും ആഫിയത്ത് നൽകുമാറാവട്ടെ. ദീർഘകാലം ദീനിനു വേണ്ടി സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ബഹുന്ദരായ ശൈഖുന ഓറുടെ ഒരു ഗുരുവര്യരായിരുന്നു കേളോത്ത് കണ്ടിയിലെ ഓർ എന്ന് പറയുന്ന, കേളോത്ത് കണ്ടി ചെറിയമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ. അള്ളാഹു അവരെയും നമ്മയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആ കേളോത്ത് കണ്ടിയിലെ ഓർ ഒരവസരത്തിൽ നാദാപുരത്തെ ശൈഖുന ഓർ ചേരാപുരത്തെ പള്ളിയിൽ കേളോത്ത് കണ്ടിയിൽ കേളോത്ത് കണ്ടിയിലെ ഓറക്കാടും പോയി നിർത്തുകയാണ്. ഒരുപാട് ആളുകളുണ്ട്. എന്റെ സംസാരം ഇത്രയൊന്നും നീട്ടണമെന്ന് ഞാൻ കരുതിയതല്ല, അറിയാതെ നീണ്ടുപോയതാണ്, ക്ഷമിക്കും. ഓറ് കാടുവൻ പോയപ്പോൾ ഒരു കയലി മുണ്ട് കൊടുത്തിട്ടായിരുന്നു ഓറ് പോയത്. നാദാപുരത്ത് ഓറ് കയലി മുണ്ട് കൊടുത്തുകൊണ്ടാണ് കേളോത്തണ്ടിയിൽ ഉറക്കം. അപ്പൊ ആ കയലി മുണ്ട് കൊടുത്ത് ഓറെ കാണുവാൻ പോയപ്പോൾ ഓറ് ചോദിച്ചു, ഇതെന്താ ഒരു കയലി മുണ്ട് കൊടുത്തേക്ക്? കേളോത്തണ്ടിയിൽ ഓറെ ചോദ്യം അത്രയേ ഉള്ളൂ, ഇതെന്താ ഒരു കയലി മുണ്ട് കൊടുത്തേക്ക്? ബഹുമാനപ്പെട്ട ശൈഖുന ഓറ് പറയുന്നത്, അതിനുശേഷം ഞാൻ പിന്നെ കയലി മുണ്ടേ ഉടുത്തേക്കില്ല. ഉടുക്കറ് എന്ന് കേളോത്തണ്ടിയിൽ ഓറ് പറഞ്ഞിട്ടില്ല.
ഇതെന്താ ഒരു കയലിമുണ്ടുടുത്തുക്ക് എന്ന് തന്റെ ശിഷ്യനോട് ബഹുമാനപ്പെട്ട കേളോത്തണ്ടിയോട് ചോദിച്ചപ്പോൾ അത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കയലിമുണ്ടുടുത്തിട്ടില്ലെന്നാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഊർ പറയുന്നത്. ബഹുമാനപ്പെട്ട തറക്കണ്ടിയിലെ ഓറുടെ ഖബറിന്റെ സമീപത്ത് ബഹുമാനപ്പെട്ട ഊർ നിന്നാൽ വളരെ അകലത്തിൽ ചെറിയ കുട്ടിയെപ്പോലെ വലിയ അതപോടുകൂടെയാണ് ബഹുമാനപ്പെട്ടവർ നിൽക്കുക എന്ന് അവിടുത്തെ നൃത്തം കണ്ടവരൊക്കെ അത് അനുസ്മരിക്കാറുണ്ട്. ഇങ്ങനെ അതവും ഗുരുത്വവുമുള്ള ഒരു വലിയ പണ്ഡിത സമൂഹത്തെയാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഊർ ഇവിടെ സംഭാവന ചെയ്തത്. ദീനിന്റെയും ഇൽമിന്റെയും തഹ്ഖീഖുകളും വളരെ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള വലിയ കഴിവുള്ള ഉലമാക്കളെ അള്ളാഹു അവരിലൂടെ ബഹുമാനപ്പെട്ട ശൈഖുന ഊറിലൂടെ കേരളക്കരയ്ക്ക് സമ്മാനിച്ചു. അള്ളാഹു അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മുടെ ഗുരുമഹത്തുക്കൾക്ക്, നമ്മുടെ നേതാക്കൾക്ക്, പണ്ഡിതന്മാർക്ക് അള്ളാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ഉലമാക്കൾക്കും, ദീനിനു വേണ്ടി സേവനം ചെയ്യുന്ന എല്ലാ സാദാത്തുക്കൾക്കും, എല്ലാ ഉലമാക്കൾക്കും, എല്ലാ ഉഹ്റവിയായ ഉലമാക്കൾക്കും അള്ളാഹു അവന്റെ പൊരുത്തത്തിലായുള്ള ദീർഘായുസും ആഫിയത്തും നൽകുമാറാവട്ടെ. അവരെയും നമ്മെയും റബ്ബവന്റെ പൊരുത്തത്തിൽ ജീവിച്ച് അവസാനം ഈമാനോടുകൂടെ മരിച്ച് അവരോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൂടാൻ അള്ളാഹു വിധി കൂട്ടി തുണക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.